ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യയുടെ കരിയറിലെ തന്നെ വമ്പൻ തിയേറ്റർ റിലീസിനൊരുങ്ങുന്ന ഈ വർഷത്തിലെ വമ്പൻ സൂര്യ സിനിമയാണല്ലോ കങ്കുവ. ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 4:30 പുറത്തുവരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ പ്രതീക്ഷ സമയത്തിൽ നിന്നും സിനിമയുടെ ടീസർ റിലീസ് വൈകിയിരിക്കുകയാണ്. സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിക്കുന്ന സിനിമയുടെ ടീസർ വൈകാനുള്ള കാരണം ചില സാങ്കേതിക കാരണങ്ങളാണ് എന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഇന്ന് വൈകിട്ട് 6 മണിയിലേക്കാണ് സിനിമയുടെ ടീസർ റിലീസ് നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് വരാനായിട്ടിരിക്കുന്ന ടീസർ അല്പം വൈകിയാണ് വരുന്നതെങ്കിൽ പോലും ഒരു കിടിലൻ ടീസർ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് വിവരം. കങ്കുവയുടെ സിസിൽ എന്നൊരു പേരിലാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യുന്നത്. എന്തായാലും സൂര്യ സിനിമയുടെ ടീസർ കാണുവാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ടീസർ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കൂ. മോളിവുഡിന്റെ കരിയറിൽ തന്നെ ഇനി വരാനിരിക്കുന്ന സിനിമകളിലെ വമ്പൻ പാനന്തൻ സിനിമയാണല്ലോ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആടുജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് ലാലേട്ടിന്റെ എമ്പുരാൻ എന്ന സിനിമ എങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും എന്നൊരു സൂചന ആദ്യമായിട്ട് പ്രേക്ഷകരിലേക്ക് നൽകിയിരിക്കുന്നത്. അത് പ്രകാരം ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം എന്ന നിലയിൽ ഒരിക്കലും സിനിമയെ സമീപിക്കരുത് എന്നൊരു അഭിപ്രായമാണ് നേരത്തെ ലാലേട്ടനാണെങ്കിലും ഒപ്പം തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് ആണെങ്കിലും സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ലൂസിഫറിന്റെ സീക്വൽ അല്ല ഞാൻ സംവിധാനം ചെയ്യുന്നത് എന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലൂസിഫറിലെ ഇതുപോലെ ലാലേട്ടിന്റെ കഥാപാത്രം ഉണ്ട് മടക്കി കുത്തി വരുന്ന ഒരു കഥാപാത്രമല്ല എന്നും ഒരു അടച്ചിട്ട ഫാക്ടറിയിൽ ആളുകളെ അടിച്ചിടുന്നതോ ഒന്നും ഈ സിനിമയിൽ എമ്പുരാൻ എന്ന സിനിമയിൽ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സിനിമയല്ല തന്റെ എമ്പുരാൻ എന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ 1 വർഷം ബാക്കി നിൽക്കവേ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പൃഥ്വിരാജ് ഇങ്ങനൊരു രൂപം പ്രേക്ഷകർക്ക് എമ്പുരാനെ കുറിച്ച് നൽകിയത് വളരെ നല്ല തീരുമാനമായിട്ട് നമുക്ക് എന്തായാലും എടുത്തു പറയാം. എന്തായാലും ലൂസിഫർ പോലെ ആയില്ലല്ലോ എമ്പുരാൻ. അതോടൊപ്പം തന്നെ ലൂസിഫറിലെ മുണ്ട് മടക്കിയ അടിയൊന്നും തന്നെ എമ്പുരാനിൽ ഇല്ലല്ലോ എന്ന് ഇനി ആരും പറയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പൃഥ്വിരാജ് നൽകിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇനിയും ഒരു ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട്. അത് UAE-യിലാണ്. സമ്മറിന് ശേഷമായിരിക്കും UK USA ഷെഡ്യൂളുകൾക്ക് ശേഷമുള്ള UAE ഷെഡ്യൂൾ തുടങ്ങുക. ഇന്ത്യയിലായിരിക്കും ഇനി സിനിമയ്ക്ക് ഒരുപാട് ചിത്രീകരിക്കാനായിട്ടുള്ളത് എന്നും 20% ഷൂട്ടിംഗ് ആണ് നിലവിൽ എമ്പുരാൻ്റെതായിട്ട് പൂർത്തിയായിട്ടുള്ളത് എന്നാണ് പൃഥ്വിരാജ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം എമ്പുരാൻ എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം.